ദൈവത്തെ പറ്റിക്കാൻ ജർമ്മൻകാരെ കണ്ടുപിടിച്ച വിഭവം. ഇന്ന് വനിതാ പാചകത്തിലൂടെ മൗൾ ടാഷിൻ്റെ റെസിപ്പി ആയാലോ? 400 ഗ്രാം മൈദയിലേക്ക് 4 മുട്ടയും ഉപ്പും ചേർത്ത് നന്നായി കുഴച്ച് ഒരു സിപ്പ് ലോക്കറിലിട്ട് മാറ്റിവെക്കാം. ഇനി ഫില്ലിങ്ങിനായി കുറച്ച് ചീര ബ്ലാൻഡ് ചെയ്തതും സവാളയും വെളുത്തുള്ളിയും നന്നായി വഴറ്റിയതും കുറച്ച് ബ്രെഡിലേക്ക് പാലൊഴിച്ച് സോക്ക് ചെയ്തതും മാറ്റിവെക്കാം. ഒരു പാത്രത്തിൽ ബീഫ് കീമ എടുത്ത് അതിലേക്ക് വഴറ്റിയ സവാള, ചീര, കുതിർത്ത ബ്രെഡ്, ഒരു മുട്ട, അല്പം ജാതിക്കപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കുഴച്ചു വെച്ച മാവിനെ കനം കുറഞ്ഞ് സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇനി പരത്തി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഫില്ലിങ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിൽ അല്പം മുട്ടയുടെ വെള്ളമോ തടവി റോൾ ചെയ്തെടുക്കാം. ഒരു തടിത്തവിയുടെ അറ്റം വെച്ച് അമർത്തി പൗച്ചുകളാക്കി മുറിച്ചെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അല്പം മൈദ വിതറാം. തിളയ്ക്കുന്ന വെള്ളത്തിൽ ബീഫിൻ്റെയോ ചിക്കൻ്റെയോ സ്റ്റോക്ക് പൗഡർ ചേർത്ത് മൗൾ ടാഷൻ വേവിച്ചെടുക്കാം. നോയമ്പ് കാലത്ത് ദൈവത്തെ പറ്റിച്ച് മാവിനിടയിൽ ഇറച്ചി ഒളിപ്പിച്ചു വെച്ച് കഴിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതായതുകൊണ്ട് തമാശയ്ക്ക് ഇവരിതിനെ ഹെർ ഗോട്ട് ബെഷൈസർലെ എന്നും വിളിക്കാറുണ്ട്.